പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വലിയ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. പല കാരണങ്ങളാലാണ് അവിടെ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്തർ സന്ദർശിക്കുന്ന ക്ഷേത്രവും ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോഴാ പുതിയൊരു വിവാദം ഉണ്ടായിരിക്കുന്നത് അവിടെ അയ്യപ്പന്റെ വക സ്വർണം, ആ സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റി എന്നുള്ളതാണ്. അവിടെ പാലകരെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് കൊടുത്ത സ്വർണം, പൂശിയ സ്വർണം, ബാക്കി വന്ന സ്വർണം, ഇതെല്ലാം കൂടി വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയധികം കുറവ് ഉണ്ടാവുന്നു. 4 കിലോ അധികം സ്വർണം കുറവ് വരുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്വർണം എങ്ങോട്ട് പോയി? അവിടെ പുറമേ നിന്ന് ഒരാൾ അല്ലെങ്കിൽ പുറമേയുള്ള ഒരു കള്ളൻ വന്ന് ഈ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് പറയാനാവില്ല. അത്രയധികം വൻ സുരക്ഷിത സംവിധാനമുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ മുദ്രകൾ അത് ഇതിനു മുമ്പും പല ക്ഷേത്രങ്ങളിലും ആ ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ടവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു ചിലരോ അല്ലെങ്കിൽ അവരുടെ ഒത്താശയോടുകൂടിയോ ഒക്കെ തന്നെ കളവുകൾ നടക്കാറുണ്ട്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും ചെറുതും വലുതുമായ കളവുകൾ പല കാലഘട്ടങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ ശബരിമല ക്ഷേത്രം പോലുള്ള ഇത്രയധികം അറിയപ്പെടുകയും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വർഷം തോറും വന്നു പോവുകയും ചെയ്യുന്ന ആ ഭക്തജനങ്ങൾക്ക് വേണ്ടി അവിടെ വിവിധ സൗകര്യങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും കൂടി ചേർന്നുകൊണ്ട് ഒരുക്കുന്നുണ്ട്. അവിടെയെല്ലാം കിട്ടുന്ന സംഭാവനകൾ, ആ സംഭാവനകൾ കേരളത്തിലെ മലയാളികൾ മാത്രമല്ല, മലയാളികൾ കൊടുക്കുന്ന സംഭാവനയ്ക്ക് പരിമിതികളുണ്ട്. അതേസമയം തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ അവർ കൊടുക്കുന്ന സംഭാവനകൾ, ആ സംഭാവനകളെല്ലാം വളരെ വലുതാണ്. ഈ സംഭാവനയായി കിട്ടുന്ന സ്വർണമായാലും അതുപോലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളായാലും പണമായാലും ഇതെല്ലാം വളരെ കാര്യക്ഷമമായി വളരെ സന്നാഹത്തോടു കൂടി സുരക്ഷിത സംവിധാനത്തോടു കൂടിയാണ് സൂക്ഷിക്കുന്നതെന്നാണ് ഭക്തജനങ്ങളും സാധാരണ ജനങ്ങളും എല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കാര്യങ്ങൾ സുഖകരമായി അല്ലെങ്കിൽ കേൾക്കാൻ സന്തോഷമുള്ള കാര്യങ്ങളല്ല. അവിടെ അയ്യപ്പന്റെ വക സ്വത്തുക്കൾ, സ്വർണങ്ങൾ, അതെല്ലാം അവിടെ നിന്ന് എങ്ങനെയോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടോ അല്ലാതെയോ പുറത്തു കൊണ്ടുപോയി ദ്വാരപാലകരെ സ്വർണം പൂശുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിയത്. അത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് നിയമപരമായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടാണെന്ന് കൊണ്ടുപോയവരും അങ്ങനെയല്ല എന്ന് മറ്റൊരു വലിയ വിഭാഗവും വാദിക്കുന്നു. അവിടെ വഴിക്ക് വെച്ചാണ് ഈ സ്വർണങ്ങളെല്ലാം നഷ്ടമായതെന്നും തിരിച്ചു വന്നപ്പോൾ കൊണ്ടുപോയ സ്വർണത്തിൽ 4 കിലോയിലധികം സ്വർണം കുറവുണ്ടായി എന്നും ഒക്കെയാണ് പുറമേ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
സാധാരണ രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന പോലെ ഇവിടെയും ഭരണകക്ഷി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പറയുന്നതല്ലാണ്ട് അത് യഥാർത്ഥ വസ്തുതയിലേക്ക് കടക്കുന്നില്ല. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരണത്തിൽ ഇരുന്നപ്പോഴും ശബരിമല ഇതുപോലുള്ള അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവിടുത്തെ സ്വത്തുവകകൾ പുറത്തു കൊണ്ടുപോയിട്ടുണ്ട്, കളവ് പോയിട്ടുണ്ട്. അത് ചിലത് മാത്രമാണ് പുറത്തു വരുന്നത്. അപ്പൊ അതിനെല്ലാം ഉള്ള ഒരു സൗകര്യം അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമാണിമാര്, രാഷ്ട്രീയക്കാര്, ദേവസ്വം ബോർഡ് അംഗങ്ങള്, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റാൾക്കാര്, അവിടുത്തെ മറ്റു ചില ഏജന്റന്മാര്, ഇതെല്ലാവർക്കും ഇത് അറിഞ്ഞുകൊണ്ടാവാം, അല്ലെങ്കിൽ എല്ലാവർക്കും ഇതിന്റെ വിഹിതം കിട്ടുന്നുണ്ടാവാം. അങ്ങനെയാവാം അവരെല്ലാം ഇതിനു വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുത്തതും മൗന അനുമതി നൽകിയതുമൊക്കെ. എന്തായാലും പല അന്വേഷണവും വഴിക്ക് വെച്ച് നിന്നു പോകുന്നത് പോലെ ഇതും രാഷ്ട്രീയ ഇടപെടൽ മൂലം നിന്നുപോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഈ അന്വേഷണം പൂർത്തിയാകാതിരിക്കുന്നതിനുള്ള സാധ്യത, അതല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ ചോർച്ചകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ സ്വർണം കളവ് പോയതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത്, അതായത് കുറഞ്ഞത് ഒരു 30-35 വർഷത്തെ ശബരിമലയുടെ മുതലുകളും ആ മുതലുകൾ എങ്ങോട്ട് പോയതിനെ കുറിച്ചും അവിടെ നടന്നിട്ടുള്ള ക്രമവിരുദ്ധമായ നടപടികളെക്കുറിച്ചും അഴിമതികളെക്കുറിച്ചും കളവുകളെക്കുറിച്ചും അവിടെ നടന്നിട്ടുള്ള നിയമനങ്ങളിലെ അഴിമതികൾ, ശാന്തിക്കാരെ നിയമിക്കുന്നതിനുള്ള അഴിമതികൾ, അങ്ങനെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദേവസ്വം ബോർഡിൽ അംഗങ്ങളായി വരുന്നവർ, ആ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടുള്ളവർ ഒക്കെ ഈ കളവ് അല്ലെങ്കിൽ അവിടെ കളവ് നടത്തിയതിൽ പങ്കാളികളാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ട, ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം, ബാധ്യത അതാത് ഭരണകാലത്തെ മന്ത്രിയായാലും മന്ത്രി ഓഫീസായാലും ദേവസ്വം ബോർഡായാലും ആ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് ആയാലും അതെല്ലാം തന്നെ 30-35 വർഷത്തെ കാലാവധി, 30 വർഷത്തിനകം നടന്നിട്ടുള്ള എല്ലാവിധ ഇതുപോലുള്ള സംഭവങ്ങളും അന്വേഷണ വിധേയമാക്കണം. അതിലൊരു സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ ഏജൻസി എത്രത്തോളം പര്യാപ്തമാണെന്നതിനെക്കുറിച്ചും പഠിക്കണം. അതുകൊണ്ട് കേരള ദർശന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നാണ്. എങ്കിൽ മാത്രമേ സുതാര്യമായ ഒരു അന്വേഷണം, ആ അന്വേഷണ തടസ്സമില്ലാതെ സത്യസന്ധവും സുതാര്യവും കാര്യക്ഷമതവുമായ ആ അന്വേഷണം മുന്നോട്ട് പോയി യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തുകയും അവരെ പേരിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.